അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായ വെജിറ്റബിൾ ഊത്തപ്പമാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം വേണമെന്ന്. പിന്നെ നമ്മൾക്ക് ഈ വെജിറ്റബിൾ ഊത്തപ്പം കുട്ടികൾക്ക് ടിഫിനായിട്ട് കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഊത്തപ്പമാണിത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുകയാണ്. 250 ml കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് 125 ml കപ്പിലാണ് ഞാനിവിടെ റവ എടുത്തിരിക്കുന്നത്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് ഈ റവയും ഗോതമ്പ് മാവും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈരും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് വെള്ളം ഇതിൽ ചേർക്കും. അപ്പം ഈ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഒരുപാട് ലൂസായി പോരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടും കട്ടയില്ലാതെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കും. ഈ 1/2 കപ്പ് വെള്ളം കൂടി കുറേശ്ശെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കണം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. കണ്ടോ, ഞാനിത് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാണ്. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കുന്ന മറ്റ് ചേരുവകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 10 മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേണം. ഇതുപോലെ ഒരു പച്ചമുളക്, ഒരു ടൊമാറ്റോ, ഒരു സവാള. സവാളയും ടൊമാറ്റോയൊക്കെ ഞാനിവിടെ ചെറുതാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇനി ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. ഇവിടെ ഞാൻ സവാളയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഈ മാവിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, കുറച്ച് കായപ്പൊടി. 1/4 ടീസ്പൂണിൽ താഴെ മതി. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഒരുപാട് കട്ടിയാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടരുത്. ഇത്രയും മതി. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കാസ്റ്റ് അയൺ പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ പാൻ നന്നായിട്ട് ചൂടായ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മാവ് നന്നായിട്ടൊന്ന് കലക്കണം. കലക്കിയിട്ട് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് നല്ല ഒരു റൗണ്ട് ഷേപ്പൊന്നും കിട്ടത്തില്ല. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ആയി പോകും. ഒരു 2-3 ഡ്രോപ്പ് ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. പെട്ടെന്ന് ഇത് വെന്ത് കിട്ടാനാണ് നമ്മൾ ഇതുപോലെ മൂടി വെക്കുന്നത്. മൂടി വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് കാണാമല്ലോ, ഈ മാവൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. വീണ്ടും ഇതൊന്ന് മൂടിക്കൊടുക്കാം. ഇത് മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ ഒന്ന് വെന്ത ശേഷമല്ലേ ഇതുപോലെ തിരിച്ചിട്ടത്, അതുകൊണ്ട് തന്നെ അധികം സമയം എടുക്കത്തില്ല. റെഡിയാവും. കണ്ടോ, ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്.
വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി വെജിറ്റബിൾ ഊത്തപ്പം ഇവിടെ തയ്യാറായി. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.